ഒരു ദുരൂഹ സാഹചര്യത്തിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ആ ദുരൂഹതകൾ സാധാരണ നമ്മുടെ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. കൂടുതലും ഗൗരവമേറിയ സാഹചര്യങ്ങളാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതില് ഈ പടത്തിൽ ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതില് ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും, പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവെ സിനിമകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സാധനമുണ്ട്, കുറച്ചും കൂടി ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ആക്ച്വലി ചാക്കോച്ചനെ നമ്മളിപ്പോഴും ആസ് ആൻ ഓഡിയൻസ് നമ്മളിപ്പോഴും കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വി യൂസ് ടു പേഴ്സണലി റൊമാൻറ്റിസൈസ്, വിഷ്വലി റൊമാൻറ്റിസൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ആളെന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നാണ് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. അപ്പോൾ ഫസ്റ്റ് ടൈം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അയ്യോ ദിസ് ഇസ് ടു ഫാസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. എനിക്ക് തോന്നിയില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എനിക്ക് തോന്നിയില്ല. സോ ഐ ഹാഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ലെവൽ അപ്പ് എന്നുള്ള സാധനം, സോ ദാറ്റ് ഐ കൻ നോട്ട് മേക്ക് മിസ്റ്റേക്ക് എന്നുള്ള ഒരു സാധനം. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി ചാക്കോച്ചൻ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര സിമ്പിൾ ആൻഡ് കാമായിരുന്നു. ആൻഡ് ഞാനായിരുന്നു ഫുള്ള് നെർവസ്. ഇവൻ ദോ ആ മൂവിയിലെ എൻ്റെ ക്യാരക്ടർ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ മിനി എന്ന് പറഞ്ഞാണ് എൻ്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മിനി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിപ്പറേഷൻ ലൈക്ക് ഐ വാസ് വർക്കിംഗ് സോ ഹാർഡ് സോ ദാറ്റ് ഐ കുഡ് മേക്ക് ഇറ്റ് ഈസി എന്ന് എനിക്ക് തോന്നുന്നു. വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകളും അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെയും പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിംഗ് എന്നുള്ളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ആക്ടറിന്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. ഒരു നല്ല സിനിമ ഉണ്ടാവണം, അപ്പൊ അതിന് ഉള്ള സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹത്തിന് പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു ഒരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എന്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും, ഇപ്പൊ സച്ചിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എന്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയോ ഒരു ക്ലിനിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ചിലപ്പോൾ സേവ്. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സജിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണയും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിൽ കുറച്ച് ഇമോഷണലായിട്ടും കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യം. ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എന്നതോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. ആ സ്നേഹം, പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളുടെയും സിനിമകളുടെയും ആവണം എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം
ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ കുറെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമർ ചെയ്യാതെ ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു വളരെ പതുക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്ന ഒരാളാണ് ഞാൻ. അതിന്റെ പുറകിൽ കുറെ അധ്വാനങ്ങളുണ്ട്, കുറെ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിന്റെ ഭാഗമാണ്. ഞാൻ വിചാരിക്കാണ്ട് വളരെ പെട്ടെന്ന്, നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഐ ഹാഡ് ടു ഡബിൾ ദ ലെവൽ അപ്പിംഗ് തിങ്. അപ്പൊ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അതിന്റെ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ബൊഗൈൻവില്ല മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഞാൻ ആ ബൊഗൈൻവില്ല ലുക്കൊക്കെ പ്രതീക്ഷിച്ച് ഒക്കെയാണ് വിചാരിക്കുന്നത്. ഉള്ളിൽ ഫുൾ റൊമാൻറ്റിസൈസിങ് ആണ്. നേരിട്ട് വന്നപ്പോഴത്തേക്കും മറ്റേ കീറിയൊക്കെ കൂടി വേറെ ഏത് ലുക്കിലാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ കാണും ഇത് തിരിക്കിട്ട് മാത്രം ഇങ്ങനത്തെ എന്നുള്ള രീതിയിലാണ്. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഹീസ് വെരി കാം ആൻഡ് വെരി കമ്പോസ്. ആൻഡ് ഞാനാണ് ഒന്നും തെറ്റിക്കരുത്, എന്റെ പെർഫോമൻസ് ഷുഡ് നോട്ട് എഫക്ട് തിങ്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ ഹിസ് പ്രസൻസ് ഭയങ്കര നന്നായിട്ട് എന്നെ കൂടി കാമാക്കി കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാൻ പറ്റി. നല്ല സിനിമകളെ മലയാള പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വിശ്വാസമാണ് അതിന്റെ ആസ്പദം. സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് ആംഗിളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യവുമായിട്ട് വരുന്നത്.